ഇപ്പോൾ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പാണല്ലോ നിലമ്പൂരിൽ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസും ലീഗും UDF ചെയ്യുന്നത്? അവർ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. പരസ്യമായ കൂട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട്, രഹസ്യമായി മറ്റു നീക്കങ്ങൾ. ഇത് 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാമെന്ന നില സ്വീകരിക്കാമോ? അത് ഗുണകരമായ കാര്യമല്ലല്ലോ, നാടിന് ഗുണകരമല്ലല്ലോ, നിങ്ങൾക്ക് ഗുണകരമല്ലല്ലോ. കോൺഗ്രസ് അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ? ഇപ്പോൾ കോൺഗ്രസ് ആയിരുന്നില്ലേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തി? എങ്ങനെയാണ് BJPക്ക് കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ കടന്നു കയറാൻ കഴിഞ്ഞത്? എന്താണ് തങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചത് എന്നത് എപ്പോഴെങ്കിലും കോൺഗ്രസ് പരിശോധിക്കുന്നുണ്ടോ? കോൺഗ്രസ് മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ആ മതനിരപേക്ഷതയ്ക്കിടെ നിലപാടുകളിലെ എല്ലാ കാര്യത്തിലും സ്വീകരിക്കേണ്ടത്. മതനിരപേക്ഷതയുടെ സംരക്ഷണം എന്നത് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തുകൊണ്ട് മാത്രമേ കഴിയൂ. എന്നാൽ കോൺഗ്രസ് ചെയ്തത് എന്താ? വർഗീയതയുമായി സമരസപ്പെട്ടു, വിവിധ ഘട്ടങ്ങളിൽ സമരസപ്പെട്ടു. കോൺഗ്രസിനകത്ത് തന്നെ ചിലർ വർഗീയതയുടെ ഭാഗമായി നമ്മുടെ ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കൾ സ്വീകരിക്കുന്ന നിലപാട് അതിനേക്കാളും കടുപ്പിച്ച് സ്വീകരിക്കാൻ തയ്യാറുള്ളവർ കോൺഗ്രസ് നേതൃത്വത്തിലാകാം എന്ന് നില വന്നില്ലേ? അങ്ങനെയെല്ലാം താതാത്മ്യം പ്രാപിക്കുകയായിരുന്നില്ലേ? എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്? വർഗീയതയുടെ ശരിയായ വക്താക്കളായി, ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കളായ RSSും BJPയും നിലകൊള്ളുന്നു. അവരേ പാർട്ടി വർഗീയതയുമായി സമരസപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലൊരു ഭാഗം B പാർട്ടി. പിന്നെ എന്തിനാണ് നിങ്ങൾ B പാർട്ടിയായി നിൽക്കുന്നത്? നേരെ A പാർട്ടി പോയാൽ പോരെ? ഇതല്ലേ കോൺഗ്രസ്സുകാർ തന്നെ ചിന്തിച്ചത്? നിങ്ങൾ ആശയപരമായി കോൺഗ്രസിനെ ബലപ്പെടുത്തിയില്ലാലോ, വർഗീയതയ്ക്കെതിരെ ചിന്തിപ്പിച്ചില്ലാലോ, വർഗീയതയ്ക്കെതിരെ നിലപാടെടുപ്പിച്ചില്ലാലോ. മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വർഗീയതയെ ദുർബലപ്പെടുത്തണം, വർഗീയതയ്ക്കെതിരായി ഉറച്ച നിലപാട് വേണം എന്ന് നിങ്ങൾ പഠിപ്പിച്ചില്ലാലോ. ഫലമെന്തായി? നിങ്ങളെ കാലിൻ്റെ അടിയിലെ മണ്ണ് ചോർന്നു, നിങ്ങളെ കൂടെയുള്ള ആളുകൾ അപ്പുറത്ത് പോയി. കൂടെയുള്ളവർ മാത്രമാണോ? നിങ്ങളുടെ നേതൃനിരയിലുള്ള കേന്ദ്രമന്ത്രിമാർ, AICCയുടെ നേതാക്കൾ, സംസ്ഥാന പ്രസിഡന്റുമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ഒരു വലിയ നിര കോൺഗ്രസിൻ്റെ പഴയ നേതാക്കൾ, പുതിയ നേതാക്കളും BJPയുടെ നേതൃനിരയായി മാറിയിരിക്കുന്നു. ഈ കാര്യം അതിൻ്റേതായ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ തയ്യാറായിരുന്നുവെങ്കിൽ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുമല്ലോ. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് ഇപ്പോഴും എടുക്കുന്നില്ലല്ലോ. ഇപ്പം നിങ്ങൾ കേരളത്തിലെ അനുഭവം നോക്കിക്കോ. കേരളത്തിൽ അവർക്ക് ആരാണ് ഏറ്റവും പ്രധാന ശത്രു? വർഗീയതയടക്കം കൂട്ടുപിടിച്ച് CPIMനെയും LDFനെയും നേരിടണമെന്നല്ലേ കാണുന്നത്? അതല്ലേ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന യാഥാർത്ഥ്യം. അപ്പോൾ എവിടത്തേക്കാണ് അവർ പോകുന്നത്? കൂടുതൽ കൂടുതൽ നാശത്തിലേക്ക്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്.